ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയാണ് തടിയനായ രാജാവ് എങ്ങനെ അയാളുടെ തിന്നായ രാജാവായി എന്ന് നമുക്ക് മനസ്സിലായി പോകാനുള്ള കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു ശക്തിശാലിയായ ഒരു രാജാവുണ്ടെന്ന്. പക്ഷെ അയാൾ തടിയനുമായിരുന്നു. തടിയനും ശക്തിശാലിയുമായ ആ രാജാവിനെ എല്ലാവരും കളിയാക്കുമായിരുന്നു. രാജാവിന് സങ്കടാവാറായി അങ്ങനെ കളിയാക്കുന്ന സമയത്ത്. അപ്പോൾ രാജാവ് ഒരു ദിവസം അമ്പലത്തേക്ക് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്രാഹ്മണൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, നിന്റെ പേരെന്താ മോനെ? അപ്പോൾ രാജാവ് പറഞ്ഞ്, എൻ്റെ പേര് ദാമു എന്നാണ്. അപ്പോൾ വയസ്സനായ ബ്രാഹ്മണൻ പറഞ്ഞു, നിനക്കെന്താ പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ വയറ് വലിയ വയറാണ്, പൊണ്ണത്തടിയനാണ് ഞാൻ, അതുകൊണ്ടാണ് എല്ലാവരും എന്നെ കളിയാക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കണ്ട ബ്രാഹ്മണനും വല്ലാത്ത പാവം തോന്നി. ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്കൊരു മന്ത്രമുണ്ട്. നിന്റെ കൊട്ടാരം തൊട്ട് ഏലിമല വരെ നടക്കണമെന്ന് പറഞ്ഞു. രാജാവ് ഞെട്ടി. ഏലിമല എന്ന് പറഞ്ഞ മല ദൂരം, അയാളുടെ കൊട്ടാരത്തിൽ നിന്ന് ദൂരം മറ്റേ മല കടന്നിട്ട് പോകേണ്ട മലയായിരുന്നു ഏലിമല. ഏലിമലയിലേക്ക് പോകാൻ രാജാവ് പേടിയായി. പക്ഷേ രാജാവിന് അനുസരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. രാജാവ് ബ്രാഹ്മണനെ അനുസരിച്ചാൽ മാത്രമേ അയാളുടെ തടി പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജാവ് മോർണിംഗിന് ഏലിമലയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ രാജാവ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് രാജാവിൻ്റെ തടിയൊക്കെ മാറി ഇപ്പോൾ തിന്നായി, ശക്തി കൂടിയതും രാജാവിന് സന്തോഷമായി. രാജാവ് ബ്രാഹ്മണന് ഒരു സമ്മാനം കൊടുത്തു. രാജാവ് ബ്രാഹ്മണന് ധാരാളം സ്വർണവും ധാരാളം രത്നങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ മോറൽ എന്താണ്? നിങ്ങൾ എപ്പോഴും എക്സസൈസ് ചെയ്യണമെന്ന്. എക്സസൈസ് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയോ? എക്സസൈസ് ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ വയറ് കൂടും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലെ എക്സസൈസും ചെയ്യണം. മനസ്സിലായ നിങ്ങൾ? ഓക്കെ, നിങ്ങൾ ഇനി സന്തോഷകരമായി ഈ കഥ എപ്പോഴും കാണുക, എന്നാൽ നിങ്ങൾക്ക് ഓർമ്മ വരും എക്സസൈസ് ചെയ്യണമെന്ന്.